ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് മേടം 1 തലേന്ന് ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് വിഷു കഴിഞ്ഞിട്ട് എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണത്തുള്ളൂ. എനിക്കത് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സമയമൊന്നും കിട്ടിയില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പം നമ്മൾ മേടം 1 വരവേൽക്കാൻ വേണ്ടിയിട്ട് വീടെല്ലാം വൃത്തിയാക്കുവാണ്. നമ്മുടെ വിഷു ആണല്ലോ. അപ്പം ഞാൻ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് കരുതി. മുകൾ ഭാഗം എല്ലാം ക്ലീനായിട്ട് കിടക്കുവാണ്. നമ്മൾ അതുകൊണ്ട് അങ്ങോട്ടൊന്നും പോകുന്നില്ല. താഴെ എല്ലാ ഭാഗവും കണി വെക്കുന്നത് ഞാൻ ഈ ഡൈനിങ് ടേബിളിൻ്റെ മുകളിലാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എല്ലാം അങ്ങ് ക്ലീൻ ചെയ്യാമെന്ന് കരുതിയത്. പിന്നെ മാറാലേക്ക് അടിക്കണം. അപ്പോൾ എല്ലാം വൃത്തിയാക്കാനുണ്ട്. അപ്പോൾ ഇത് കാശിയുടെ ബർത്ത്ഡേക്ക് കെട്ടിയതാണ്. എനിക്ക് ശ്രീമോൻ്റെ ബർത്ത്ഡേയും കൂടെ കഴിഞ്ഞിട്ട് ഇത് ഊരിയാൽ മതിയെന്നും പറഞ്ഞ് വെച്ചിരുന്നതാണ്. അപ്പോൾ ഞാൻ ഓർത്ത് എന്തുവരെ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം അങ്ങ് ഒതുക്കിയേക്കാമെന്ന് കരുതി എല്ലാ സാധനങ്ങളും സാമഗ്രികളും പറക്കി മാറ്റുന്നുണ്ട്. ശ്രീമോനും കാശിയും കൂടെ തന്നെ ഉണ്ട്. അവന്മാരാണെങ്കിൽ എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. ശ്രീമോനാണെങ്കിൽ അത് ഇതുമെല്ലാം പറക്കി എടുക്കുന്നുണ്ട്. കാശി പിന്നെ അങ്ങനെയല്ല, ഒത്തിരി നേരം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പം അങ്ങ് ഉത്സാഹമായി എല്ലാം ഒന്ന് വൃത്തിയാക്കാനായിട്ട്. അമ്മ ചെയ്യേണ്ട ഇതെല്ലാം ഞാൻ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു, നിന്നെ കൊണ്ട് പറ്റുന്ന ജോലി ഞാൻ പറയാം, അതുമാത്രം നീ ചെയ്താൽ മതി എന്നൊക്കെ അവൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ ഞാൻ മറയിലൊക്കെ അങ്ങ് ആദ്യമേ അടിക്കുവാണ്. ലാസ്റ്റിലെ തൂക്കം തുടക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട്. ഈ പൊടികളെല്ലാം വീഴത്തില്ലേ, അതുകൊണ്ട് ആദ്യം അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കാശിയോട് പറഞ്ഞു, അവൻ്റെ അടുത്ത് ചോദിച്ചു കേട്ടോ, ഇനി എന്തോ അമ്മയും ചെയ്യേണ്ടത്. ആദ്യം ഞാൻ പറഞ്ഞു, നിൻ്റെ ആ കളിപ്പാട്ടങ്ങളും ആ കസേരയും എല്ലാം അവിടെ നിന്ന് മാറ്റണം ആദ്യം. അത് കഴിഞ്ഞിട്ട് ആ TV ഇരിക്കുന്നിടമൊക്കെ ഒന്ന് തുടയ്ക്കണം. അതൊക്കെ നീ ചെയ്താൽ മതി. ചെറിയ ചെറിയ പണികളേ ഉള്ളൂ, അല്ലാതെ വലിയ പണികളൊന്നും നീ എടുക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്നെക്കാട്ടി മുന്നിൽ ശ്രീമോ നിൽക്കുവാണ് ആ കബോർഡിലിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ പറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അവിടെ ഇരുന്ന് അവനെ കളിക്കുന്ന ക്യൂബ് എടുത്ത് അവൻ്റെ കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, അവിടെ ഇരുന്നും കളിച്ചോണമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ അങ്ങോട്ട് പോകുന്നതിൻ്റെ പുറകെ തന്നെ എഴുന്നേറ്റ് നിൽക്കുവാണ്. ഇവ അങ്ങോട്ട് നിൽക്കുമ്പോൾ എനിക്ക് പേടിയുണ്ട്, ഇവൻ കളിക്കുന്ന കൂട്ടത്തിൽ എല്ലാം താഴെ വീഴുമോ എന്നുള്ളത്. അവിടുന്ന് ഇവിടുന്നൊക്കെ ഏത് ദിവസവും അങ്ങ് താഴെ വീഴ്ചയാണിപ്പം. പക്ഷേ അതൊന്നും അവനൊരു കൂസലേ അല്ല, പക്ഷെ തല തന്നെയാണ് ചെന്ന് ഇടിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ് ഞാൻ അവിടെ ഇരുത്തിയത്. പക്ഷെ അവൻ പിന്നെ എഴുന്നേറ്റ് നിൽക്കുമായിരുന്നേ. അപ്പോൾ കാശി അവിടെ ഇരുന്ന സൈക്കിളൊക്കെ കൊണ്ട് വെച്ചു, നമ്മുടെ കസേരയൊക്കെ കൊണ്ട് ഇവിടെ ഇട്ടു, എല്ലാം ചെയ്തു. ഇനി എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നടക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, അമ്മ അത് മാറമ്മ, ബുക്കൊക്കെ ഞാനെടുത്ത് വെക്കാം, എനിക്ക് വേണ്ടുന്നത് ഞാൻ എടുക്കാം, ബാക്കിയൊക്കെ നമുക്ക് കളയാം, ഇനിയിപ്പോൾ ആ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കഴിഞ്ഞല്ലോ, ഇനി ആ ടെസ്റ്റുകളൊന്നും വേണ്ട എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. ഞാൻ പറയടാ, ഓരോ പ്രോജക്റ്റുകൾ വരുമ്പോഴാണ് നമ്മൾ ഇതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ അകത്തുള്ള കുറച്ച് പിക്ചേഴ്സൊക്കെ നമുക്ക് അടുത്ത വർഷവും പ്രോജക്റ്റിന് ആവശ്യമായിട്ട് വരും. ഈ വർഷമാണെങ്കിൽ തന്നെ ഞാനാണെങ്കിൽ കുറച്ച് കോപ്പി എടുക്കുകയും അല്ലാതെ പഴയ ടെസ്റ്റിൻ്റെ അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മളിതൊന്നും കളയുന്നില്ല, എല്ലാം നമ്മൾ സേവ് ചെയ്ത് വെച്ചേക്കുവാണ്. ഏത് നിമിഷവും സാധ്യതയുണ്ട് കേട്ടോ എടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ ഞാൻ അതെല്ലാം അങ്ങ് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കുന്ന ഫ്ലവർ വേഴ്സ് എല്ലാം എടുത്തങ്ങ് അതാത് സ്ഥാനത്ത് വെക്കുവാണ്. കുറച്ച് ഐറ്റംസ് മാത്രമേ ഉള്ളൂ അവിടെ വെക്കാനായിട്ട്. ബാക്കിയെല്ലാം നമ്മൾ ഫ്രണ്ടിലായി ഇരിക്കുന്നിടത്താണ് വെച്ചിട്ടുള്ളത്. ബാക്കിയെല്ലാം ഞാൻ കവറിലാക്കി റൂമിൽ കൊണ്ട് വെക്കുകയും ചെയ്തു. ബുക്കുകളും എല്ലാം അവിടെയാണ് വെച്ചത്, ഇവിടെ ഒന്നും വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ ടെസ്റ്റൊക്കെ കിട്ടുമ്പോൾ വേണം ഇവിടെ വെക്കാൻ. റൂമിൽ കൊണ്ട് വെച്ചാലും നമ്മൾ ടൈം ടേബിൾ നോക്കാൻ നേരം നമുക്ക് പാടായിരിക്കും, രാവിലെയൊക്കെ എല്ലാം ധൃതി കൂടുതൽ. അങ്ങനെ പിന്നെ ഞാൻ എല്ലാം ഒതുക്കി പറക്കി വെച്ചുകൊണ്ടിരിക്കുവാണ്. അതെല്ലാം തുടച്ച് വെച്ച സാധനങ്ങളാണ് പറക്കി വെക്കുന്നത്. കളിച്ചോ, അത് നമ്മൾ പറക്കി വെക്കുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് കാശി കളിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ കാശിക്ക് എടുത്ത് വെക്കാൻ പറ്റാത്ത സാധനങ്ങൾ ഞാൻ പിടിച്ച് വാങ്ങിച്ച് ഞാൻ തന്നെ വെക്കുന്നുണ്ടായിരുന്നേ. പിന്നെ ഡൈനിങ് ടേബിൾ അവൻ തുടയ്ക്കാമെന്നും പറഞ്ഞ് നിൽപ്പുണ്ട്. അമ്മ തുടയ്ക്കേണ്ടെന്നൊക്കെയാണ് എൻ്റെ അടുത്ത് പറയുന്നത്. ഞാൻ പറഞ്ഞു, ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ച് തരാം, അതിനുശേഷം നീ തുടച്ചോ, നല്ല അഴുക്കുണ്ട്, നമ്മൾ ആ സാധനങ്ങളെല്ലാം പറക്കി വെച്ചതല്ലേ, അപ്പോൾ അതിൻ്റെ പാടുകളും എല്ലാം ഉണ്ട്, അത് നല്ലതായിട്ട് അമർത്തി വരച്ചാലേ പോതുള്ളൂ. ഇവൻ അമർത്താൻ പോയി കഴിഞ്ഞാൽ ഗ്ലാസ് വരെ പൊട്ടും. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊന്ന് തുടച്ചിട്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അവനാണെങ്കിൽ കൊണ്ട് ആ സ്പ്രേ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ തുടയ്ക്കാം, എന്നിട്ട് നിനക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവനെ സമാധാനപ്പെടുത്താൻ തുടച്ച് കഴിഞ്ഞിട്ട് ഞാനത് കൊടുത്തു കേട്ടോ. അപ്പോഴും ചെറിയ ചെറിയ പാടുകളൊക്കെ അവൻ അമർത്തി തുടയ്ക്കുന്നുണ്ട്. കയ്യോടെ ഞാൻ പിന്നെ ജനലുകളെല്ലാം അങ്ങ് അടയ്ക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയാണ് ജനലുകൾ തുറന്നിട്ട് ഇരിക്കാൻ വേണ്ടി. വല്ല പാമ്പോ വഴുതാരയൊക്കെ കയറി വരുമോ എന്നുള്ള പേടിയാണ് മെയിനായിട്ട്. ഓരോ വീഡിയോസൊക്കെ കാണുന്നത് കൊണ്ടാണ് എനിക്ക് അത്രയും പേടി. ഒരു കതകും ഞാൻ തുറന്നിടാറില്ല. ജനലാണെങ്കിലും താഴത്തെ ഒന്നും തുറന്നിടത്തില്ല, മുകളിലെ തുറന്നിടും. മുകളിലോട്ട് അത്ര കുഴപ്പമില്ലല്ലോ എന്ന് കരുതിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതെല്ലാം അടച്ചിട്ടിട്ട് ഞാൻ കർട്ടന് നീക്കിയിട്ടിട്ട് ഞാൻ പിന്നെ ഇപ്പോൾ ഹാളിലോട്ടിങ്ങ് വന്നു, നമ്മൾ TV കാണുന്നിടത്തോട്ട്. അപ്പോൾ അവിടെ ചെറിയ ചെറിയ ചിലന്തയിലൊക്കെ ഉള്ളായിരുന്നു, അതെല്ലാം കാശി അടിച്ചിട്ടുണ്ടായിരുന്നേ. ബാക്കിയൊക്കെ ഞാൻ അടിച്ചു. പിന്നെ നമ്മുടെ ഫാന് കുറച്ച് പൊടി ഉണ്ടായിരുന്നു, അതൊക്കെ അടിച്ച് കളഞ്ഞിട്ട് കസേരയൊക്കെ നീക്കി ജനലെല്ലാം തുടക്കി എടുക്കുക എല്ലാം ചെയ്യുവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ കാശി ചൂരൽ കയറ്റി വെക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മണ്ടയിൽ കൂടെ കയറുന്നത്. ഇവൻ ഈ കയറുന്നത് കണ്ടിട്ട് അതുപോലെ ഈ ശ്രീമോനും കാണിക്കും. ഈ ശ്രീമോനാണെങ്കിൽ കാശി എന്തോ ചെയ്യുന്നത് നോക്കിയിരിക്കുകയാണ് അതുപോലെ ചെയ്യുന്നത്. അപ്പോൾ ശ്രീമോൻ മാത്രമല്ല, കാശി ചെയ്യുന്നത് പോലെ ആയുട്ടനായാലും ലക്കി ആയാലും എല്ലാവരും കാശി കാണിക്കുന്ന പോലെ കാണിക്കും. ഇപ്പോൾ ചേട്ടൻ അവനല്ലേ, അപ്പോൾ അവൻ കാണിക്കുന്ന പോലെ പിള്ളേരെല്ലാം കാണിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്കിപ്പോൾ എവിടെയും ഇവനെ കൊണ്ടുപോകാൻ എനിക്ക് തോന്നത്തില്ല. ഈ പിള്ളേരെല്ലാം ഇവൻ കാണിക്കുന്ന പോലെ കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ കഴിവതും ഇപ്പോൾ അങ്ങനെ അധികം എവിടെയും പോകാറുമില്ല കേട്ടോ.
അങ്ങനെ അവൻ അവിടെ നിന്ന് എനിക്ക് ഇരട്ടിപ്പണി ഉണ്ടാക്കുവാണ്. ആ തൂത്ത് അതിൻ്റെ കീഴിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, നീ അത് ചെയ്യേണ്ട, ഞാൻ അത് ചെയ്തോളാം. അതിൻ്റെ ഇടയിൽ കൂടെ എല്ലാം അവൻ്റെ കാറുകളെല്ലാം നടക്കുവാണ്. അതെല്ലാം ഓടിച്ച് വിടുന്ന കണ്ടില്ലയോ. അത് ഇവിടുന്ന് വിട്ട് കഴിഞ്ഞാൽ പോയി എന്തെങ്കിലും കട്ടിലിൻ്റെയോ കസേരയുടെ കീഴിൽ പോയി കിടക്കാത്തതേ ഉള്ളൂ, അല്ലാതെ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നവരൊന്നും വരത്തില്ല. അങ്ങനെ ഞാനാണെങ്കിൽ പൊടിയെല്ലാം അടിച്ച് തൂത്തെല്ലാം വാരി കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് ഇങ്ങനെ വന്ന് അടുക്കള ഒരു ഇച്ചിരിയും കൂടെ ഒന്ന് ഒതുക്കാനുണ്ടായിരുന്നു. അതൊന്ന് ഒതുക്കിയിട്ട് വിളക്ക് തേച്ച് എനിക്ക് വെക്കണം കേട്ടോ. അതുകൊണ്ട് ഞാനാണെങ്കിൽ അതെല്ലാം ഒതുക്കി വെക്കുവാണ്. രാവിലെ തന്നെ നമ്മുടെ പാചകമെല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വെച്ചിട്ടാണ് ഞാൻ വൃത്തിയാക്കാനായിട്ട് ഇറങ്ങിയത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് ഈ വൃത്തിയാക്കൽ നടക്കത്തില്ല. അപ്പോൾ രാവിലത്തെ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കേണ്ട സമയത്ത് കഴിക്കാമല്ലോ. അല്ലെന്നുണ്ടെങ്കിൽ ജോലി മാത്രമേ നടക്കൂ, ഫുഡ് കഴിപ്പ് നടക്കത്തില്ല. അങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ചതിന് ശേഷമായിരുന്നു ജോലി ചെയ്യാൻ തുടങ്ങിയത്. അത് കഴിഞ്ഞ് ഞാൻ വിളക്ക് എനിക്ക് എടുത്തോണ്ട് വന്നു. നമ്മൾ ഈ വിശേഷമുള്ള ദിവസങ്ങളിൽ മാത്രമേ വലിയ വിളക്ക് കത്തിക്കാറുള്ളൂ കേട്ടോ. ഇതല്ലെങ്കിൽ അങ്ങ് മാറ്റി വെച്ചേക്കും. കല്യാണത്തിന് അമ്മ തന്ന വിളക്കാണേ. അപ്പോൾ ആ വിളക്ക് നമ്മൾ കഴുകാൻ വേണ്ടി പോകണം. ഉപയോഗിക്കാതിരുന്നാലും പൊടിയാകും. അപ്പം ഞാനാണെങ്കിൽ നമ്മുടെ വിമ്മും വിനാഗിരി ഉപ്പും സോഡാപ്പൊടിയും കൂടെ ഒഴിച്ചാണ് നമ്മൾ വിളക്ക് തേക്കുന്നത്. അപ്പം ഞാനതിനാണ് അതെല്ലാം ഇടുന്നത്. ഉപ്പും നമ്മുടെ സോഡാപ്പൊടിയാണ് ആദ്യം ഇട്ടത്. അതിൻ്റെ അകത്തിലോട്ട് ഇനി ഇച്ചിരി വിനാഗിരിയും കൂടെ ഒഴിക്കും. വിമ്മും ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അതങ്ങ് നല്ല പതഞ്ഞ് വരികയും ചെയ്യും. കുറച്ച് സമയം അത് അങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ തന്നെ അതങ്ങ് ക്ലീൻ ആകുമേ. അതിനി നമ്മുടെ വിളക്കിൻ്റെ അകത്തിലോട്ടും കൂടെ ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ അതും അങ്ങ് ക്ലീൻ ആയി കിട്ടും. അങ്ങനെയൊക്കെയാണ് കേട്ടോ പെട്ടെന്ന് ചെയ്യുന്നത്. ചിലരൊക്കെ പുളിയൊക്കെ ഇട്ട് വെള്ളം തിളപ്പിച്ചിട്ട് അതിൽ ഈ വിളക്കൊക്കെ ഇട്ട് വെക്കുന്നതാണ്. എൻ്റെ വിളക്ക് ഏത് പാത്രത്തിലിട്ട് വെക്കാനാണ്, വലിയ വിളക്കായതുകൊണ്ട് പാടാണ് കേട്ടോ അങ്ങനെ ഇട്ട് വെക്കാനൊക്കെ. പിന്നെ നമ്മുടെ ഈ ഇലിമ്പിപ്പുളി ഉണ്ടല്ലോ, അത് വെച്ച് തേക്കുന്ന കണ്ടിട്ടുണ്ട്. അല്ലാത്ത നമ്മുടെ പിഴുപുളി ഇട്ട് തേക്കുന്ന കണ്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ഞങ്ങളുടെ അവിടെ നിന്ന് വെച്ചാൽ ഇഷ്ടിക പൊടിച്ച് തേക്കുമായിരുന്നു വിളക്ക്. അന്നേരം നല്ലതായിട്ട് വെളുക്കുമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവിടെ നിന്ന് വെച്ചാൽ വിമ്മും നമ്മുടെ ഇഷ്ടികപ്പൊടിയും മാത്രം ഉപയോഗിച്ചായിരുന്നു വിളക്ക് തേക്കുന്നത്. അത് ആഴ്ചയിൽ ഒരു ദിവസം തേക്കുകയും ചെയ്യുമായിരുന്നു. ഇത് ഉപയോഗിക്കാതിരിക്കുന്നത് കൊണ്ട് തന്നെ ക്ലാവായിട്ടുണ്ടായിരുന്നു. വലിയ താലമല്ലേ, അതിലൊക്കെ ക്ലാവ് പോലൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പരമാവധി ഞാനിട്ട് ബലം പിടിച്ച് തേച്ചിട്ടുമുണ്ട്. അത് കഴിഞ്ഞ് തുടച്ച് നമ്മളങ്ങ് മാറ്റി വെക്കുവാണ്. അപ്പം വിളക്ക് തേച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പകുതി ജോലി കഴിഞ്ഞു. നമുക്ക് വിളക്ക് കത്തിക്കാൻ നേരം മാത്രം ഇനി വിളക്കിൻ്റെ കാര്യം നോക്കിയാൽ അത് ഇവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് കരുതി. എല്ലാം നീറ്റായിട്ട് ഇരിക്കുന്നത് കൊണ്ട് വിളക്ക് അവിടെ ഇരിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. ഞാനെല്ലാം വൃത്തിയാക്കി ഒരിടത്ത് വെച്ചു. ഇനിയിപ്പോൾ എനിക്ക് നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെ ഒക്കെ ഒന്ന് തുടയ്ക്കണം, പിന്നെ തറ തുടയ്ക്കണം. അതെല്ലാം ലാസ്റ്റിലേക്ക് ഇട്ടേക്കുമായിരുന്നു തറ തുടയ്ക്കുന്നതൊക്കെ. അങ്ങനെ വാഷ് ബേസിൻ്റെ അവിടെ തുടയ്ക്കാനായിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാൻ ഈ നമ്മുടെ മറാല അടിക്കുന്ന സാധനം ഇവിടെ ഇരിക്കുന്നത് കണ്ടത്. അങ്ങനെ അതുകൊണ്ട് ഞാൻ അടുക്കളയിലും വെച്ചിട്ട് അത് നമ്മുടെ ഗ്ലാസ് തേക്കുവാണ്. ഗ്ലാസ് നമ്മൾ ഈ മുഖം കഴുകുമ്പോൾ വെള്ളം തെറിച്ച് വീഴുമല്ലോ, അതുപോലെ ഫേസ് വാഷ് ഹാൻഡ് വാഷൊക്കെ തെറിച്ച് വീഴുന്നതിൻ്റെ ചെറിയ ചെറിയ പാടുകളുണ്ട്. അതാണ് ഞാൻ തേച്ച് പിടിച്ച് കഴുകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ പത്രപേപ്പറോ ഇട്ട് പിടിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഗ്ലാസ് നല്ല നീറ്റായിട്ട് കിട്ടുവേ. അപ്പം ഞാനാണെങ്കിൽ ടിഷ്യൂ പേപ്പർ എടുക്കാനായിട്ട് പോയതാണ്. അങ്ങനെ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തുകൊണ്ട് വന്നാണ് തുടച്ചത്. പത്രം നോക്കിയിട്ട് കണ്ടില്ല. അപ്പോൾ പിന്നെ ടിഷ്യൂ പേപ്പർ വെച്ച് തുടയ്ക്കാവുന്ന കരുതി. അതുകൊണ്ടെല്ലാം തുടച്ചതിന് ശേഷം വേണം എനിക്കിനി തറ തുടയ്ക്കാനായിട്ട്. ഞാൻ മുകളിലെല്ലാം വൃത്തിയാക്കിയിരുന്നു. പക്ഷേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. വീഡിയോ എടുക്കുന്നത് അത് ഇന്നല്ല, 2 ദിവസം മുമ്പാണ് ചെയ്തത്. വീഡിയോ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം പോവും. ഇവന്മാരും കൂടെ രണ്ടുപേരും കൂടെ ഉള്ളത് കൊണ്ട് ഒന്നും നടക്കുന്നില്ല കേട്ടോ. ഇപ്പോഴത്തെ വീഡിയോസ് എല്ലാം എടുപ്പ് കുറയുന്നത് ഇതുകൊണ്ടാണ്. നമ്മൾ ഇങ്ങനെ എടുക്കുന്ന വീഡിയോസ് എല്ലാം നമ്മൾ എഡിറ്റ് ചെയ്യണം. നമ്മൾ കട്ട് ചെയ്തൊക്കെ വേണം പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേ അല്ലാതെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും ഷോപ്പിങ്ങിന് പോകുന്നതൊക്കെ വീഡിയോ എന്ന് വെച്ചാൽ ഒന്നും കട്ട് ചെയ്യേണ്ട, ഓർഡർ അനുസരിച്ച് നമ്മൾ ഇട്ട് എഡിറ്റ് ചെയ്താൽ മാത്രം മതി. ഇതാകുമ്പോൾ ഇച്ചിരി പാടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസ് ഇപ്പം ചെയ്യാതിരിക്കുന്നത്. ഇനിയിപ്പം കുറച്ച് ചെയ്യണം. ഇവന്മാർ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്ക് പറ്റത്തില്ല, സമ്മതിക്കില്ല. രണ്ടും കൂടെ ഏത് സമയം അടിയാണ്. അതുകൊണ്ടാണ് മെയിൻ കാര്യം. അപ്പോൾ ഇവന്മാർ രണ്ടുപേരോടുണ്ട്. ശ്രീമോനെ ഉറക്കാൻ നോക്കിയിട്ട് ഉറങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ അങ്ങ് തുടയ്ക്കാമെന്ന് കരുതി. അവൻ ഉറങ്ങാൻ നോക്കിയിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ തുടപ്പ് നടക്കത്തില്ല. അങ്ങനെ ഞാനാണെങ്കിൽ തുടച്ച് മാറ്റുവാണേ. തുടയ്ക്കുമ്പം തന്നെ 2-3 ദിവസം കൊണ്ട് ഡെയിലി ഞാൻ തുടപ്പുണ്ട്. പക്ഷേ ഇങ്ങനെയല്ല. ഈ ശ്രീമോനാണെങ്കിൽ വെള്ളം കൊണ്ടൊഴിക്കും കേട്ടോ. റൂമിൽ ഹാളിലും എല്ലാം വെള്ളം കൊണ്ടൊഴിക്കും. അപ്പോൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് തുടച്ച് നമ്മളിങ്ങനെ മാറ്റും. അതുകൊണ്ട് വലിയ അഴുക്കൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാനെല്ലാം തുടച്ചെല്ലാം മാറ്റി കുളിയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളിനിയും വിഷുക്കണീൻ്റെ സാധനങ്ങളും മുണ്ടയ്ക്കലും പോകണം, പള്ളിയിലും പോകണം. അതിനെല്ലാമായിട്ട് നമ്മൾ ഇറങ്ങിയതാണ്. അപ്പം പോയ വഴിക്ക് നമ്മൾ ട്രെയിനൊക്കെ വന്നു. ട്രെയിൻ പോയതിന് ശേഷമാണ് നമ്മൾ ക്രോസ് ചെയ്ത് പള്ളിയിലോട്ട് പോയത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കഴിഞ്ഞൊരു വീഡിയോ വയ്ക്കാതെ നമ്മൾ പള്ളിയിൽ പോയി വീഡിയോ വയ്ക്കത്തില്ല. അമ്പലത്തിലെ പ്രസാദമാണെന്ന് ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അന്നേരം എനിക്കത് അന്നേരം ഞാൻ കേട്ടതുമില്ല, ഞാൻ ശ്രദ്ധിച്ചതുമില്ല. പിന്നെ എപ്പോഴോ കാശി TV-യിൽ ആ വീഡിയോ ഇട്ടപ്പോഴാണ് ഞാൻ കേൾക്കുന്നത് അമ്പലത്തിലെ പ്രസാദം ഏട്ടൻ കൊണ്ടുവന്നു ബന്നു പിള്ളേർക്ക് കൊടുത്തെന്നൊക്കെ. ഞാൻ പറയുന്നത് എന്തൊക്കെ പൊട്ടത്തരമാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയാൻ വയ്യ. നമ്മളിങ്ങനെ പറഞ്ഞു പോകുന്നതിന് കൂട്ടത്തിൽ പറയുന്നതാണ്. എനിക്ക് തെറ്റുന്നതിൻ്റെ മെയിൻ കാര്യം, ഞാൻ വോയിസ് കൊടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒന്നെങ്കിൽ കാശിയോ ശ്രീമോനോ കയറി വന്ന് എന്തെങ്കിലും ബഹളം ഉണ്ടാക്കും. അപ്പം ഞാൻ ആ ശ്രദ്ധയിലാവുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. ഇപ്പം തന്നെ ശ്രീമോൻ വന്ന് വണ്ടി ഓടിച്ചിട്ട് പോയിട്ടുണ്ട്. അപ്പം നമ്മൾ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടൊക്കെ ഇറങ്ങിയിട്ട് ശേഷം നമ്മൾ പോയത് മുണ്ടയ്ക്കലല്ല, നമ്മുടെ ചിന്നക്കടയിലോട്ടാണ്. ചിന്നക്കടയിൽ പോയി എനിക്കൊരു വാൽക്കണ്ണാടി വാങ്ങിക്കണമായിരുന്നു. അപ്പം മഞ്ജു ഫാൻസി കയറിയപ്പോൾ അവിടെ ഇല്ലെന്ന് പറഞ്ഞ് അയ്യപ്പ ബാംഗിൾസിൽ കയറി. അവിടെ നിന്ന് നമ്മളൊരു വാൽക്കണ്ണാടിയും വാങ്ങിച്ചു. എനിക്ക് പിന്നെ കുറച്ച് കൊന്നപ്പൂവും കൂടെ ഞാൻ വാങ്ങിച്ചായിരുന്നു. നേരത്തെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചും കൂടെ വാങ്ങിച്ചു.
നമുക്ക് പൊന്നപ്പൂ കാശ് കൊടുത്ത് പോലും കിട്ടിയില്ല ഒറിജിനൽ കേട്ടോ. അതിനാണ് ഏറ്റവും വലിയ ക്ഷാമം. അങ്ങനെ അതും വാങ്ങിച്ച് നമ്മൾ അവിടുന്ന് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. കണി വെക്കാനുള്ള ഫ്രൂട്ട്സും വാങ്ങിച്ചിട്ട് നമ്മൾ നേരെ ഒരു ഷവർമ കഴിക്കാനായിട്ടാണ് വന്നത്. ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചിട്ടില്ല, രാവിലത്തെ ഫുഡ് മാത്രമേ കഴിച്ചുള്ളൂ. ഇന്ന് ജോലിയല്ലായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ രാത്രി വീട്ടിൽ ചെന്നാലും നടക്കത്തില്ല. അതുകൊണ്ട് ഇനിയിപ്പോൾ കണിയൊക്കെ ഒരുക്കണമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ഷവർമയും കരിക്ക് ഷേക്കും, ഏട്ടനാണെങ്കിൽ ABC ജ്യൂസൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ ഏറ്റവും ലാസ്റ്റിലാണ് വന്നത്. ഞങ്ങളെല്ലാം കഴിച്ചതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഞാൻ അതൊക്കെ വാങ്ങിച്ച് കുടിച്ചു. പിള്ളേർക്ക് അത് ഇഷ്ടപ്പെട്ടതുമില്ല കേട്ടോ. രണ്ടുപേരുടെ മുഖം കാണുമ്പോഴേ അറിയാലോ അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ ആ ജ്യൂസ് മൊത്തം ഏട്ടന് കുടിക്കാൻ പറ്റി കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊരു ജ്യൂസ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഈ പിള്ളേർ രണ്ടുപേരും കുടിക്കും, നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് ഇപ്പോൾ 4 ജ്യൂസ് വാങ്ങിക്കണം. ശ്രീമോൻ ഏത് ജ്യൂസ് ആയാലും കുടിക്കുകയെ. അങ്ങനെ നമ്മൾ അവിടെ നേരെ മുണ്ടക്കിലോട്ടാണ് പോകുന്നത്. ബീച്ച് റോഡ് വഴി പോയില്ല, നല്ല തിരക്കായിരിക്കും. അതുകൊണ്ട് നമ്മൾ രമ്യ ഹോട്ടലിൽ അതുവഴിയാണ് പോയത്. അങ്ങനെ നമ്മുടെ റോഡ് ഇപ്പോൾ ടാർ ചെയ്തേക്കുന്നതുകൊണ്ട് നല്ല രസമാണ് കേട്ടോ പോകാൻ. അങ്ങനെ നമ്മൾ മുണ്ടക്കിലെത്തിയപ്പോഴത്തേക്ക് അമ്മ സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചേക്കുവാണ്. പക്ഷേ കണിയൊന്നും വെച്ചില്ല. അപ്പോൾ അമ്പലത്തിൽ പോയിട്ട് അച്ഛൻ വന്നതേ ഉള്ളായിരുന്നു ഞങ്ങൾ ചെന്ന സമയത്തെ. അപ്പോൾ എന്നോട് പറഞ്ഞെങ്കിൽ നീ കണി ഒരുക്കി വെച്ചിട്ട് പോയാൽ മതി, ഇതൊന്ന് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ശരിയെല്ലാം വെക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ കണി ഒരുക്കിക്കൊണ്ടിരിക്കുവാണ്. അമ്മ വാങ്ങിച്ചു വെച്ച ഫ്രൂട്ട്സുകളെല്ലാം ഞാൻ അതാത് സ്ഥലത്ത് വെക്കുവാണ്. ചെറിയ നമ്മുടെ ഓട്ടുരുളിയൊക്കെ എടുത്ത് വെച്ചിട്ടാണ്. അമ്മയ്ക്ക് ചാമ്പയ്ക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നേ. നമുക്ക് ചാമ്പയ്ക്കൊന്നും കിട്ടിയില്ല. നമുക്കല്ലാതെ എല്ലാ ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു, വെജിറ്റബിൾ ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ സാധനങ്ങളെല്ലാം പറക്കി ഞാൻ ഒതുക്കി വെച്ചിട്ട് നേരെ അമ്മ ഒരു വെള്ള മുണ്ടെടുത്തതാ, കഴുകി വൃത്തിയാക്കിയിട്ടുള്ളത് നമുക്കത് വെക്കണം. അപ്പോൾ ഉടനെ അമ്മ ഒരു പുതിയതെടുത്തത്. ഞാൻ പറഞ്ഞു ഇനി എണ്ണ വീണ് അഴുക്കായെന്ന് എൻ്റെ അടുത്ത് പറയരുത്, അതുകൊണ്ട് പഴയത് മതി, നല്ലൊരു മുണ്ട് നമ്മൾ കഴുകി മുണ്ടായാൽ മതിയല്ലോ. പുതിയത് തന്നെ വേണമെന്നില്ല, നമ്മളത് മൊത്തം എണ്ണയൊക്കെ വീഴുന്നതാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഒരു മുണ്ടൊക്കെ എടുത്ത് വിരിച്ച് ആദ്യം കൃഷ്ണനെയൊക്കെ വെച്ച് അങ്ങനെ നമ്മൾ കണിക്ക് വാങ്ങിച്ച സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ട് നല്ല റെഡിയാക്കി വെക്കുന്നുണ്ട്. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ എവിടെയൊക്കെ ഇരിക്കുന്നതെന്നാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കേട്ടോ. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്കറിയാം ഇന്ന സാധനങ്ങൾ വീടിനടുത്ത് ഇരിപ്പുണ്ടെന്നുള്ളത്. ഇവിടെ ഇപ്പോൾ അമ്മ അവിടെ ഇവിടെയെല്ലാം മാറ്റി വെച്ചേക്കുന്നതുകൊണ്ട് കണ്ടില്ലായിരുന്നു. അങ്ങനെ പൂമാലയൊക്കെ എടുത്ത് ഞാൻ വെച്ച് എല്ലാം റെഡിയാക്കി കൊന്നപ്പൂവൊക്കെ വെച്ച് സെറ്റാക്കി കൊടുത്തിട്ട് ഞങ്ങൾ വീട്ടിലോട്ടേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു.